ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. ആദ്യം തന്നെ മീൻ വൃത്തിയാക്കിയെടുക്കാം. മീൻ പൊരിച്ചെടുക്കുവാനുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ മസാല നമുക്ക് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. മീൻ നന്നായിട്ട് വരയണം, എന്നാലേ ആ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. മീനിലേക്ക് മസാലയെല്ലാം ചേർത്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമേ പൊരിച്ചെടുക്കാവുള്ളൂ. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായി ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം. കരിമീൻ പൊള്ളിച്ചതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്നതാണ്. വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കരിമീന്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ശേഷം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായി കൊച്ചുള്ളി, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മീനിൻ്റെ മുകളിൽ തേച്ച മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് തീ അങ്ങ് ഓഫാക്കാം. മീൻ പൊള്ളിച്ചെടുക്കുവാനുള്ള കല്ല് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇത് വാട്ടിയെടുത്ത വാഴയിലയാണ്. വാഴയില നന്നായി വാട്ടിയെടുക്കണം, എന്നാലേ നമുക്ക് കെട്ടി എടുക്കുക വഴി ഇല കീറിപ്പോകാതെ ഇരിക്കത്തുള്ളൂ. ആദ്യം തന്നെ ഗ്രേവി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മീനിലേക്ക് നമ്മൾ ഗ്രേവി എല്ലാം നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വാഴയില നന്നായി ഒന്ന് പൊതിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ വാഴയില നാര് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കല്ലിലിട്ട് പൊള്ളിച്ചെടുക്കാം. വാഴയില നന്നായി വാട്ടണം. വാഴയില നന്നായി വാട്ടിയാലേ കീറി വരാതെ ഇരിക്കത്തുള്ളൂ. കെട്ടി വെക്കാൻ വേണ്ടി വാഴയിലയുടെ നാരാണ് എടുക്കുന്നത്. നന്നായി മുറുക്കി കെട്ടി വെക്കാം. കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് മീൻ പൊള്ളിക്കാൻ വേണ്ടി ഇതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം. എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.